ഗൈസ് ഇത് നല്ലൊരു അഡ്വഞ്ചറാണ് കേട്ടോ. പാലം ഇങ്ങനെ നല്ല ഷേക്ക് ആവുന്നുണ്ട്. ഹായ് ഗായ്സ്, ഷാബിൻ വ്ളോഗ്സിലെ ഇന്നത്തെ വീഡിയോക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ ഉള്ളത് മാക്കുമൂല എന്നുള്ള സ്ഥലമാണ് കേട്ടോ. അതായത് തൊറപ്പള്ളി, ഗൂഡല്ലൂർ കഴിഞ്ഞിട്ട് തൊറപ്പള്ളി എൻട്രൻസ് ആണ്. അപ്പോൾ ഇവിടുന്ന് അങ്ങനെ തൊറപ്പള്ളി എല്ലാവർക്കും അറിയാൻ തോന്നുന്നു. തൊറപ്പള്ളി എന്ന് പറഞ്ഞാൽ കർണാടക ബോർഡറാണ്. അപ്പോൾ നമ്മളിനി അവിടെ പോയിട്ട് നമുക്ക് അവിടുത്തെ വിശേഷങ്ങളൊക്കെ കാണാം. റോഡൊക്കെ ഫുള്ളോ ആകെ. അപ്പോൾ ചെക്കനെ ഇറക്കി നടത്തിയിട്ട് ഇതിൽ വരികയാണ്. അപ്പോൾ വണ്ടി നിർത്തുന്നത് സേഫ് അല്ല, അതാണ് ഇതിൽ നിർത്തി എവിടെയെങ്കിലൊക്കെ നിർത്തി നമുക്ക് സെറ്റാക്കായിരുന്നു. കുറച്ച് അപ്പോൾ നമ്മൾ എത്തിയിട്ടോ. ഇവിടെ നമ്മൾ ഇപ്പോൾ എവിടെ ഈ സ്ഥലത്തിൻ്റെ പേരുന്നത് ഫാമിൽ. അപ്പോൾ ഈ ഗുഡ് ഷെപ്പേർഡ് ഫാമിൻ്റെ ഇടയിലൊരു ഉള്ള ഒരു പുഴയാണ്. അപ്പോൾ ഇതിൽ ഹൈലൈറ്റ് എന്ന് പറയുമ്പോൾ ഒരു പാലമുണ്ട്. ഒരു ഉണ്ടാക്കി വെച്ച പാലാണ്. മുള കൊണ്ട് കറണ്ട് എന്തൊക്കെ കമ്പി കൊണ്ട് കെട്ടി വെച്ച പാലാണ്. അപ്പോൾ ഗൈസ് പാലത്തിൻ്റെ കണ്ടീഷനാണത്. ഇതിലൂടെ നമ്മൾ നടക്കാൻ പോകുന്നത് കേട്ടോ. എങ്ങനെ നടക്കാന്ന് എനിക്ക് പിടിയില്ല, എന്നാലും ഇതാ ഈ കറണ്ട് കമ്പിയാണ്. കറണ്ട് കമ്പി കൊണ്ട് ചുറ്റി മുളൻ്റെ ഒരു ഇത് കൊണ്ട് കെട്ടി വെച്ച പാലമുണ്ട്. അപ്പോൾ ഗൈസ് ഇത് നല്ലൊരു അഡ്വഞ്ചറാണ് കേട്ടോ. പാലം ഇങ്ങനെ നല്ല ഷേക്ക് ആവുന്നുണ്ട്. പൊട്ടുന്നുണ്ട് ഓരോന്ന്. അയ്യോ, അവിടെ അപ്പുറത്തേക്ക് എത്തി ഇപ്പുറത്തെ കൊണ്ട് വരണം ഒന്ന്. ഇതിലൂടെ എങ്ങനെയാ ജനങ്ങൾ പോകുന്നതെന്ന് അറിയില്ല. ഇപ്പുറത്തോട്ട് അപ്പുറത്തോട്ട് പോകുന്നുണ്ട്, പക്ഷെ അങ്ങോട്ട് താഴേക്ക് കുറേ പൊട്ടുന്നുണ്ട് കേട്ടോ. ഇപ്പോൾ കമ്പികളാണ്. ഇതിന് താഴെ പുഴയാണ് കേട്ടോ. പുഴയാണ്. ചെറിയ ഒരു മഴ പെയ്ത നല്ല വെള്ളം പെരുകും ഇവിടെ. പക്ഷെ ഇപ്പം മഴ ഒന്നും ഇല്ലാത്തതുകൊണ്ട് അധികമൊന്നും വെള്ളമില്ല. എന്നാലും പാറയാണ് താഴെയൊക്കെ. അപ്പോൾ ഇതിന്ന് താഴേക്ക് വീണാൽ സംഭവിക്കാൻ കാലോ കയ്യോ ഓടിയെന്നല്ല, വേറെ അങ്ങനെയൊന്നും സംഭവിക്കില്ല എന്നുണ്ടെങ്കിലും. പക്ഷെ ഇതൊരു അഡ്വഞ്ചറസ് സ്പോട്ട് എന്ന് തന്നെ പറയും ഞങ്ങൾക്ക്.
ഫുള്ള് ഷേക്കാണ്. അല്ലാണ്ട് ഒരു സ്റ്റെപ്പ് ഇങ്ങനെ എടുത്ത് വെക്കുമ്പോക്കിനും ഷേക്കാവുകയാണ്. ക്യാമറയ്ക്ക് നോക്കാൻ ഇത് കിട്ടുന്നില്ല കേട്ടോ, ശ്രദ്ധ കിട്ടുന്നത്. എന്താ വെച്ചാൽ ഇവിടെ ഒന്ന് ശ്രദ്ധ മാറിപ്പോയാൽ താഴെ വീഴാൻ കുറേ ചാൻസസ് ഉണ്ട് കേട്ടോ. ഓഹോ മോനെ, തൂക്കുപാലം അടിപൊളി. നെല്ല് പോകണ്ട്. എന്താ വെച്ചാൽ ഇത് നമ്മൾ എന്താ പറയുക, ഇത് മുളകളും പിന്നെ കറണ്ട് കമ്പിയും കൂടി മാത്രമായിട്ട് ഉണ്ടാക്കിയ ഒരു സാധനമാണ്. പിന്നെ അവിടെ ഒരു പാലുണ്ട് കേട്ടോ, ദൂരത്ത് കണ്ടാൽ അറിയാൻ തോന്നി. അത് ഞാൻ കാണിച്ചു തരാം. ഈ മറ്റേ ശ്രീലങ്ക, തമിഴ്നാട് ശ്രീലങ്ക ബോർഡർ പോലെ ഒരു പാലം അങ്ങോട്ടും മറ്റേ ഒരു കഥയൊക്കെ ഉണ്ടല്ലോ, അപ്പോൾ അതേപോലെ നിർമ്മിച്ചിട്ടുണ്ട് അവിടെ. അത് ഞാൻ കാണിച്ചു തരാം. പക്ഷേ ഇത് ഇവിടെ നിൽക്കുമ്പോൾ ഒരു വൈബാണ് കേട്ടോ, അടിപൊളി വൈബാണ്. അതായത് പിന്നാലെ ഇതൊരു ഇങ്ങനെ നമ്മൾ ഷേക്കായി അങ്ങനെ ഷേക്ക് ആവുന്നുണ്ട് പാലമൊക്കെ, പക്ഷെ അടിപൊളി വൈബാണ് കേട്ടോ ഇവിടെ. അപ്പോൾ ഇനി കുറച്ചും കൂടി ഉള്ളൂ കേട്ടോ, കുറച്ചും കൂടി ഉള്ളൂ. ആണ് ഞങ്ങൾ അപ്പുറത്തോട്ട് എത്തും. നമ്മൾ ബൈക്ക് അവിടെ നിർത്തി വെച്ചിരിക്കുന്നത്. ഇത് ഏതാണ്ട് ഒരു 200 മീറ്ററിലും ഒരു പാലുണ്ട് കേട്ടോ. അവിടുന്ന് ഇങ്ങോട്ട് 200 മീറ്റർ 250 മീറ്ററിലും ഡിസ്റ്റൻസ് ഉണ്ടാവും പാലത്തിൻ്റെ. കുറേ മുളകൾ പൊട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കമ്പിയിലൂടെ ബാലൻസ് ചെയ്ത് നടക്കാൻ വേണം. ഓ ഗായ്സ്, എത്തിയിട്ട് ലാസ്റ്റ് നമ്മളെ ചെക്കനാണ് ഒക്കെ വന്നുകൊണ്ടിരിക്കുകയാണ് അവിടുന്ന്. ഓ അടിപൊളി അടിപൊളി വൈബായിരുന്നു കേട്ടോ ഈ പാലത്തിലൂടെ വരുന്നത്. ഇനി ഇതിൽ നമുക്ക് ആ പാലം കൂടെ ഒന്ന് കടന്നു പോവാം. അപ്പോൾ നല്ല ഡേഞ്ചർ, ഞാൻ പറയും കുറച്ച് ഡേഞ്ചറസ് ആയുള്ളൊരു പാത്ത് തന്നെയാണ് ഇത്, ഇങ്ങോട്ടും അങ്ങോട്ടും. അതായത് വലിയൊരു ഇത് സംഭവിക്കില്ല എന്നുണ്ടെങ്കിലും താഴേക്ക് വീണാൽ എന്തായാലും പരിക്കാൻ ചാൻസസ് ഉണ്ട് കേട്ടോ. അതായത് താഴെയൊക്കെ പാറകളാണ്, അത് വീഴാൻ ചാൻസ്. അങ്ങനെ കെട്ടിയിട്ടുള്ളത്, അതായത് കമ്പി നല്ല വലിച്ച് കെട്ടിയിട്ടുള്ളത്. ഇത് പാലം എന്ന് പറഞ്ഞാൽ ഇത് കല്ലും പിന്നെ മണ്ണും ഒക്കെ ഇട്ടിട്ട് ഒരു എന്താ ഒരു അങ്ങോട്ട് കടക്കാൻ വേണ്ടിയിട്ടുള്ളൊരു പാതയാക്കി വെച്ചിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇതും കൂടെ നമുക്ക് കാണാം. ഇതെന്താ പറയുക, നല്ല സ്പോട്ടാണ് കേട്ടോ. നല്ല അന്ന് ആൾക്കാർക്കൊക്കെ നല്ല ഒന്ന് കാമാവാൻ വേണ്ടിയിട്ടുള്ള ഒരു സ്പോട്ടാണ്. അടിപൊളി പ്ലേസാണ്. നല്ല കാറ്റും നല്ല ശബ്ദങ്ങൾ വെള്ളം ഒഴുകുന്ന ശബ്ദങ്ങളും പിന്നെ ചുറ്റി കാടിൻ്റെ ശബ്ദങ്ങളും മാത്രമാണ്. പിന്നെ ഇവിടെ കുളിക്കാൻ വരുന്നുണ്ട് ആൾക്കാരൊക്കെ. വെള്ളത്തിന് ശബ്ദമാണ്. എന്ത് ശബ്ദം കേൾക്കുന്നുണ്ടോ എനിക്കറിയില്ല. വെള്ളത്തിന് ശബ്ദം തന്നെയാണ്. വെള്ളം ഒഴുക്ക് വെള്ളമാണ്, അതുകൊണ്ട് തന്നെ വെള്ളം നല്ല പ്യൂറാണ്. പാലം അങ്ങനെ കല്ലിങ്ങനെ വെച്ചിട്ട്, കല്ലും പിന്നെ ചാക്കൊക്കെ വെച്ചിട്ട് അടിപൊളിയായിട്ട് കെട്ടി വെച്ചു. വലിയ വലിയ കല്ലുകളും അപ്പോൾ ഇത് അത്ര അഡ്വഞ്ചർ ആയിരുന്നില്ല. എന്നാലും ആ പാലം ഒരു രക്ഷയില്ല. അഡ്വഞ്ചർ എന്ന് പറഞ്ഞാൽ ആ പാലത്തിലൂടെ പോകണമായിരുന്നു. അടിപൊളി വൈബായിരുന്നു കേട്ടോ അതിലൂടെ പോകാൻ. അപ്പോൾ ഇതൊക്കെ തന്നെ ഇവിടുത്തെ ഓരോരോ കാര്യങ്ങൾ കേട്ടോ. ഈ തുറപ്പള്ളിയിൽ കുറേ കാര്യങ്ങൾ ഉണ്ടെന്ന് പറഞ്ഞു കേട്ടു. അപ്പോൾ ഇന്ന് ഇവിടത്തോടെ അവസാനിച്ചത്. വീഡിയോ ഒരുപാട് ലെന്തായി പോകും പിന്നെ ഒക്കെ കവർ ചെയ്താൽ. അപ്പോൾ ശബ്ദം ഉയർത്തിയാണ് പറയുന്നത്. അതായത് വെള്ളം ഒഴുകണമുണ്ട് നല്ല ശബ്ദമാണ്, വെള്ളത്തിൻ്റെ ശബ്ദം തന്നെ ഉണ്ടാവുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. അപ്പോൾ വീഡിയോ എന്തായാലും കണ്ടിട്ട് ലൈക്ക് അടിക്കുക, കമൻറ്റ് ചെയ്യും. പിന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ല കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ല. സൈനിങ് ഔട്ട് ഫ്രം ഷാർട്ട് വ്ലോഗ്സ്. ബൈ. വീഡിയോ കണ്ടതിന് ശേഷം സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.